വസ്തു കാണാനില്ല, ഫുള്ള് കോട. ഉരുളക്കിഴങ്ങ് കറി, ചിക്കൻ, ചമ്മന്തി, അങ്ങനെ കുംബെ വാട്ടർഫോൾസ്. അതാണ് റിവേഴ്സ് വാട്ടർഫോൾസ്. അടിയിൽ മുകളിലേക്ക് പോകുക. Hey, what's up guys? Good morning, good afternoon, good evening, wherever you are. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, മലയാളികൾക്ക് അധികം പരിചയമില്ലാത്ത ഒരു വാട്ടർഫോൾസ് കാണാനാണ്. കുംബെ വാട്ടർഫോൾസ്. സഹ്യാദ്രി പർവ്വതനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വാട്ടർഫോൾസ്. മഴക്കാലത്ത് മാത്രമാണ് ഇതിൻ്റെ വെള്ളച്ചാട്ടം ഉണ്ടാവുള്ളൂ. ഞാൻ കഴിഞ്ഞ തവണ പോയിട്ടുണ്ടായിരുന്നു, കാറിലാണ്. അപ്പോൾ അന്ന് പോയപ്പോൾ ഒരു വ്ലോഗ് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ പോവല്ല. സ്വാമി ശരണം അയ്യപ്പ. ഞാനിങ്ങനെ പറയാൻ കാരണം, സ്വാമി ശരണം അയ്യപ്പ എന്ന് പറയാൻ കാരണം, പല ബോംബെയിലത്തെ യൂട്യൂബേഴ്സ് ചാനലിൽ യൂട്യൂബ് വ്ലോഗ് തുടങ്ങുമ്പോൾ അവർ ഗണപതി ബപ്പ മൗര്യ എന്ന് പറയും. ഈ ദില്ലി നോർത്ത് ഭാഗത്തുള്ള ആൾക്കാർ തുടങ്ങുമ്പോൾ പറയും ജയ് ബജരംഗ് ബലി. അപ്പോൾ മലയാളികൾക്ക് അങ്ങനെ പറയാനായിട്ടുള്ളൊരു പേരാണ് സ്വാമിയേ ശരണം അയ്യപ്പ എന്ന്. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഞാനൊന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ നമുക്ക് പറയാനായിട്ട് അത് മാത്രമേ ഉള്ളൂ. ഞാനിത് എല്ലാ വ്ലോഗിലും പറയാനൊന്നും പോകുന്നില്ല, പക്ഷേ എന്നാലും ഓക്കെ. അപ്പോൾ ഈ കുംബെ വാട്ടർഫോൾസ് ഏകദേശം ഒരു 150 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന്. അത് നല്ല അത്യാവശ്യം ഒരു ദൂരമുണ്ട്. ബൈക്കുമ്പോൾ പോകണമെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ഒരു 300 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ വൈഫും ഉണ്ട്. ഇത്ര ദൂരം ബൈക്കിൻ്റെ പിന്നിലിരുന്ന് വരാമെന്ന് പറഞ്ഞാൽ അതൊരു ടാസ്ക്കാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പുള്ളിക്കാരി കാറിൽ വന്നപ്പോൾ ആ സ്ഥലം കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ബൈക്കിലൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ എന്നെപ്പോലെ തന്നെ പുള്ളിക്കാരത്തേക്കും നല്ല ആഗ്രഹമുണ്ട്. സത്യം പറഞ്ഞാൽ ബൈക്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തിരി ലോങ് ആയിട്ടും കൂടെ പോകുന്നത്. നൈസായിട്ട് മഴ കിട്ടി ഗൈസ്. ഈ പോണ വഴിക്ക് മഴ പെയ്ത് കഴിഞ്ഞാലേ ബൈക്ക് പോകുമ്പോൾ സ്വതവേ നമ്മൾ സേഫ്റ്റി നോക്കിയിട്ട് നിർത്താണ് പതിവ്. പക്ഷേ ഇത് അത്ര വലിയ മഴയൊന്നും ആയിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ ഓടിച്ചു. പിന്നെ വേറൊരു കാരണം, വണ്ടി കവർ ചെയ്ത് ഓടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ചിലപ്പോൾ പെട്ടെന്ന് മഴ നിന്ന മാതിരി തോന്നും. കാരണം നമ്മൾ 2 കിലോമീറ്റർ കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ചിലപ്പോൾ മഴ ഉണ്ടാവില്ല. ഒരേ സ്ഥലത്ത് നിൽക്കാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ മഴ കഴിയാൻ ചിലപ്പോൾ കൂടുതൽ സമയം എടുക്കും. ഓക്കെ, ഞങ്ങൾ വലിയ കനലില്ലാത്ത മഴയെ കാരണം ഓടിച്ചു പോയി, അത്ര തന്നെ. പിന്നെ ബോംബെയിലത്തെ മിക്കവാറും മഴയും ഒരു 5-10 മിനിറ്റ് ഉണ്ടാവുള്ളൂ. അത് നമ്മളെവിടെയെങ്കിലും കയറി നിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മഴ കഴിയും, പിന്നെ സുഖമായിട്ട് പോകും. എന്തായാലും മഹാരാഷ്ട്ര മഴക്കാലത്ത് കാണാൻ നല്ല ലുക്കായിട്ടാണ്, നല്ല പച്ചപ്പ് കണ്ട. എൻ്റെ മുന്നിലൊരു ട്രെയിലർ പോകണം കണ്ട. ആ ട്രെയിലർ ഒന്ന് ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഉള്ളിലൊരു റോളുണ്ട്, സ്റ്റീലിൻ്റെ ഒരു റോളാണത് ആക്ച്വലി. അതിന് കാരണം ഇവിടെ ജിൻഡൽ സ്റ്റീൽ വർക്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്. ഭയങ്കര ഫേമസ് കമ്പനിയാണ്, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ലിസ്റ്റഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്റ്റീലിൻ്റെ റോള് വണ്ടികൾ കൊണ്ടുപോകുന്നത്. കാരണം ഈ കമ്പനി എൻ്റെ ഒരു ക്ലയൻ്റ് ആയിരുന്നേ, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. പോണ വഴിക്ക് കണ്ടൊരു കാഴ്ചയാണിത്. പോണ വഴിക്ക് ഹെലിപ്പാഡ് എന്ന് പറഞ്ഞാൽ ഒന്നും നല്ല കേട്ടോ, ഒരു 4 ഹെലിപ്പാഡ് അടുപ്പിച്ച് 2 വലിയ ഹെലിപ്പാഡും ഒരു ചെറിയ ഹെലിപ്പാഡും. നോക്കിയപ്പോൾ റൈഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. ഇവിടെയൊക്കെ നമുക്ക് ബൈക്ക് റൈഡിങ്ങൊക്കെ പഠിക്കാൻ പറ്റിയ സ്ഥലമാണിത്. ഇത് ഹെലിപ്പാഡ് ഒരു 1, 2, 3, 4 ഹെലിപ്പാഡ്. 2 വലുത്, അത് 2 ചെറുതാ. ഈ ഹെലിപ്പാഡ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞങ്ങളുടെ കോളേജിൽ ഹെലിപ്പാഡ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ തൃശ്ശൂർ ഗവൺമെൻറ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഒരു ഹെലിപ്പാഡ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമന്ത്രി പ്രസിഡൻ്റൊക്കെ വരുമ്പോൾ അവിടെയാണ് ഇറങ്ങാറ്. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം മലയാളിയായിരുന്ന പ്രസിഡൻറ്റില്ലേ KR നാരായണൻ, പുള്ളിക്കാരനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഹെലിപ്പാഡിൽ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കും. ഹെലിപ്പാഡിൽ മാറ്റ് ഇട്ടിട്ട് ഞങ്ങൾ പിച്ചാക്കിയിട്ട് ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അതൊക്കെ ഒരു ഓർമ്മ. ഇപ്പം നമ്മൾ മഹാരാഷ്ട്രയിലെ ഉൾനാടുകളിലൂടെയാണ് പോകുന്നത്. ഇതാണ് മഹാരാഷ്ട്രയിലത്തെ ഒരു ഗ്രാമം. വേണ്ട കുറച്ച് കളർഫുൾ. ഇത് അമ്പലമാണെന്ന് തോന്നുന്നു, ഒരു ക്ഷേത്രമാണത്, മന്ദിർ ഇവിടെ അങ്ങനെയല്ല പറയാം. ഇത് തനി മഹാരാഷ്ട്രയിലത്തെ ഒരു ഗ്രാമം. ഒന്ന് കണ്ടോളൂ.
ഇവിടെ കുറേ ദൂരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ ഈ കുറച്ച് വീടുകൾ അടുത്തടുത്ത് കാണുന്നത്. പിന്നൊക്കെ ആളില്ലാത്ത സ്ഥലം തന്നെയാണ്. വീടുകളുടെ കളറുകളൊക്കെ നോക്കിയാൽ ജാതി കളർഫുള്ള ഗേറ്റൊക്കെ കണ്ടില്ലേ, അടിപൊളിയുണ്ട്. ഇത് കണ്ട ഒരു ത്രിബിൾ വെച്ചിട്ട് കൂളായിട്ട് പോണ്. ഒരു സ്ത്രീയുണ്ട് അതിൽ. ത്രിബിൾ മൂന്നാമത്തേക്കുന്നത് ഒരു സ്ത്രീയാണ്. ഹെൽമെറ്റൊക്കെ വെച്ച ആൾക്കാരെ കാണാൻ ഇവിടെ ഭാഗ്യമായിട്ട് ഇവിടെ. അത് വേറൊരു റെക്കോർഡായിരിക്കും ഇവിടെ. ഇത് കൂളായിട്ട് അവർ പോണ്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു അടിപൊളി സ്ഥലം കണ്ടു. ഒരു മൈതാനം, അതിൻ്റെ നടുവിൽ ഒരു ആൽമരം, ചുറ്റും വേറെ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പതുക്കെ വണ്ടി ചവിട്ടി അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. തല കുത്തി വീഴാവോ ദൈവമേ, കുഴപ്പമില്ല. എങ്ങനെയുണ്ട് സ്ഥലം? നല്ല ലുക്കല്ലേ? നല്ലൊരു മൈതാനത്തിൻ്റെ നടുവിലൊരു ആൽമരം. സ്വതവേ ആൽമരം ഇവിടെ അപ്പം അമ്പലം ഉണ്ടാവാറുണ്ട്, ഇവിടെ അതൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ക്രിക്കറ്റ് കളിക്കേണ്ട പിച്ചാണത്. ക്രീസൊക്കെ വരച്ചിട്ടുണ്ട് ഇവിടെ. ഇവിടെ എന്ത് രസമായിരിക്കും ക്രിക്കറ്റ് കളിക്കാൻ. കോഹ്ലി സ്ഥലം, അടിപൊളി. അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്. സൂപ്പർ ഗ്രൗണ്ട്. അപ്പുറത്ത് മറ്റേ കട്ടപ്പാടുണ്ട്, ഇഷ്ടിക. ഇവിടെ ബൗൾ ചെയ്യാനായിട്ട് അടുത്താണോ ഇത്? പിച്ച് ഭയങ്കര അടുത്ത്. കുറേ നാളെ ക്രിക്കറ്റ് കളിച്ചിട്ടാണ്, കാരണം പിച്ചിൻ്റെ ഒന്നും അറിയില്ല. ടെന്നീസ് ബോളും ഒക്കെ കളിക്കാൻ നല്ല ടൈമായിരിക്കും. അധികം നേരം നിന്നാലേ സമയം ചുറ്റും. അപ്പോൾ കാരണം നമുക്ക് വാട്ടർഫോൾസ് കണ്ട് തിരിച്ച് വീടെത്തണ്ട. മൊത്തം ഒരു 300 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇരുട്ടാവണേക്കാളും മുന്നേ എത്തണം. അത് കാരണം ഞങ്ങൾ അധികം നേരം നിന്നില്ല, ഞങ്ങൾ സ്കൂട്ടാവാൻ തുടങ്ങി. ഞങ്ങൾ അവിടെ നിൽക്കുന്നിട്ട് വേറെ 2 ഗഡികൾ അവിടെ സൈഡാക്കി. अरे अरे सॉरी, आई शुड हैव टोल्ड यू, मैंने भूल गया, सॉरी, आई शुड हैव टोल्ड यू दैट इट्स किलिंग, मैंने भूल गया. आप लोग कुंभे वाटरफॉल्स जा रहा है? हम लोग भी उधर, हमारा भी नेटवर्क चला गया, अभी गूगल मैप्स नहीं चल रहे. अभी आपके पास जो ट्राइपॉड या वगैरह है तो ना उधर लगा दो, फिर उधर से आने वाला शॉट एकदम मस्त रहेगा. तो हम लोग अभी जस्ट निकाला है एक्चुअली. आप जाके आ गए? नहीं, हम लोग भी जा रहे हैं, लेकिन हमारा अभी मेरा गूगल मैप नहीं चल रहा है, अभी तो सिग्नल नहीं मिल रहा है ना. सीधा ही है क्या? ठीक है, ओके ओके. आप लोग किधर, मुंबई से? हाँ, डोंबिवली. मतलब थाने से. चलो फिर उधर मिलते हैं. ओके. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പുറപ്പെട്ടു. ആക്ച്വലി ആ പുള്ളിക്കാരൻ അവിടെ വഴിക്ക് വേണ്ടിയില്ല. ഞാൻ അവനോട് മുൻകൂട്ടി പറയണമായിരുന്നു അവിടെ വഴുക്കലുണ്ടെന്ന്. കാരണം ഞാൻ അവിടെ മുൻപ് എത്തിയതാണ്, എനിക്കത് അറിയായിരുന്നു. അതാണ് ഒരു റെസ്പോൺസിബിൾ ട്രാവലർ എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും അപകടം ആക്കിയിടിയോ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പറ്റാൻ അനുവദിക്കരുത്. നമ്മൾ അവരെ സഹായിക്കണം, നമ്മൾ അവരെ മുൻകൂട്ടി വാൺ ചെയ്യണം. മെയിൻ വാട്ടർഫോൾസ് എത്താറായപ്പോൾ പോണ വഴിയിൽ ചെറിയ ചെറിയ വാട്ടർഫോൾസ് ഇങ്ങനെ കാണാം. ഇത് അവിടുത്തെ ഒരു ചെറിയൊരു എൻട്രൻസ് ഗേറ്റ് മാതിരിയാണ്. ഇവിടെ ഒരു ചെറിയൊരു ഫീസ് അടച്ച് 60 രൂപ തോന്നുന്നു പോകണം. ഇവിടെ ഈ അടുത്ത് ലാൻഡ് സ്ലൈഡ് നടന്നുണ്ട്, കണ്ടില്ലേ? മണ്ണ് അപ്പുറത്ത് റെഡ് കളർ പുതിയ മണ്ണാണ്. പിന്നെ ഇത് കോൺക്രീറ്റ് റോഡ് ഇപ്പോൾ പണിതാണ്, കഴിഞ്ഞ കൊല്ലമൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ഇവിടെ നിന്ന് ഒരു അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ, അത് നോക്കാം നമുക്ക്.
ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ടണൽ. അത്യാവശ്യം നല്ല നീളമുള്ള ടണലാണ്, പക്ഷെ പേടിയാവും കാരണം മെയിൻ്റനൻസ് ഒട്ടുമില്ല. അപ്പുറത്ത് എൻ്റെ ഇവിടുന്ന് തന്നെ കാണാം, അത് രസമാണ്. ആദ്യമൊക്കെ നല്ല വെളിച്ചം തോന്നും, കാരണം ഈ ഭാഗത്തൊക്കെ വെളിച്ചമുണ്ട്. കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഇരുട്ട് ഇങ്ങനെ ആയി വരും കണ്ട. പിന്നെ ബൈക്കിൻ്റെ ലൈറ്റ് തന്നെ ഉള്ളൂ, വേറെ ഒട്ടുമില്ല. നോക്കിയൊക്കെ ഇരുട്ട് കൂടുന്നത്. ഇപ്പം എങ്ങനെയുണ്ട് ഇരുട്ട്, ഒട്ടും കണ്ണ് കാണില്ല. അപ്പുറത്തെ എൻ്റെ എത്താറായപ്പോൾ വെളിച്ചം വന്നു തുടങ്ങി. ഓക്കെ, ഇനി ധൈര്യമായിട്ട് പോവാം. ടണൽ കഴിഞ്ഞ വശം തന്നെ നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടമല്ല ആക്ച്വലി, വെള്ളം ഇങ്ങനെ ഒഴുകി വന്നിട്ട് ഇവിടുന്ന് താഴേക്ക് ചാടാണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല. അതാണ് ആക്ച്വൽ ശരിക്കും കുംബൈ വാട്ടർഫോൾസ്. അതിൻ്റെ വ്യൂ പിന്നെ ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇതെന്നാലും നല്ലൊരു വ്യൂ ആണ്. ടണൽ കഴിഞ്ഞ വശം തന്നെ നമുക്ക് കാണുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു വെള്ളം ഒഴുകി വരുന്ന വ്യൂ. രസമായിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ പിന്നെ കോട സ്റ്റാർട്ടായി. ഞങ്ങൾ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലം നോക്കി നടക്കായിരുന്നു, വണ്ടി നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട്. കാരണം ഫുഡൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. അവിടെ ഫുഡൊന്നും കിട്ടാനായിട്ട് വളരെ ഓപ്ഷൻസ് വളരെ കുറവാണല്ലോ. വടാപ്പാവോ മാഗിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടും. കാലത്ത് 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണേ. അത്യാവശ്യം നല്ല വിശപ്പുണ്ട്. ഇപ്പോൾ മണി 12:30 ആവാറായി. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഒരു വസ്തു കാണാനില്ല, ഫുള്ള് കോട. വൈഫ് അവിടേക്ക് നോക്കി പോയിന്റ് അവിടെ എന്തെങ്കിലും കാണാൻ പറ്റുന്നത്, അതൊരു വ്യൂ പോയിന്റാണ്. പക്ഷേ എന്താ ചെയ്യുക, കാരണം ഒരു വസ്തു കാണാൻ പറ്റില്ല. നോക്കിയാൽ എല്ലാ സ്ഥലത്തും. അങ്ങനെ വൈഫ് നടന്നു പോയിട്ട് ഒരു സ്ഥലം കണ്ടു. അടിപൊളി സ്ഥലം, ആരുമില്ല. ഒരു സൂയിസൈഡ് പോയിന്റ് മാത്രം സ്ഥലമാണ്, ഒരു കൊക്കേര സൈഡിൽ. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടി തന്നെ. ഒന്ന് കോടൊന്ന് പോയി, അപ്പൊക്കെ കണ്ട വ്യൂ ആണിത്. ഒരു 5 മിനിറ്റ് മുന്നേ ഫുള്ള് കോടയായിരുന്നു. കോടയൊക്കെ അവിടെ ഉണ്ട്. ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. ഇതൊരു സൂയിസൈഡ് പോയിന്റ് തന്നെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞു. ഞാൻ പോയില്ല. ഫുഡ് എടുക്കാൻ ഇതാണ് ഫുഡ്. പയറുപ്പേരി, ഉരുളക്കിഴങ്ങ് കറി, ചിക്കൻ, ചമ്മന്തി, പിന്നെ ഓംപ്ലേറ്റ്. കാരണം ഇവിടെ വേറെ ഒന്നും കിട്ടാനായിട്ട് ഇവിടെ വന്ന സീനായിരിക്കും. ഇവിടെ ഒരു വടാപ്പാവും മിസൽ പാവും മാഗിയും കിട്ടും, വേറൊരു സാധനം കിട്ടില്ല. അപ്പോൾ എന്തോ ഫുഡ് വാങ്ങിയിട്ട് ഞങ്ങൾ കൊണ്ടുവന്നു. ഈ ലൊക്കേഷനിലിരുന്ന് ഫുഡ് കഴിക്കുന്നത് ഇനിയുണ്ട്. ഇവിടെ കച്ചറായിട്ട് കളി കേട്ടോ, അതിൽ ആരും വെട്ടിക്കാൻ പറ്റില്ല നമുക്ക്. ആ ഒരു ആംബിയൻസിൽ ഫുഡ് കഴിക്കാൻ നല്ല രസമായിരുന്നു. അവിടെ എൻജോയ് ചെയ്ത് പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ കുംബൈ വാട്ടർഫോൾസ് കാണാൻ പോയി. ശരിക്കുള്ള വാട്ടർഫോൾസ്. രണ്ട് പക്കം നടന്നോ, വീണ് കഴിഞ്ഞാൽ ഇത് പറ്റും വർക്കെടുക്കാം. ഇനിയുണ്ട് സാധനം കുംബൈ. മറ്റേ വിജയ് വന്ന് നിൽക്കുന്ന ഒരു സീനില്ലേ, അത് ഇപ്പുറത്താന്നുണ്ട് ആ സ്ഥലം. ഇതാണ് വിജയുടെ വരിസ് മൂവിയിൽ അവൻ്റെ ഇൻട്രോ സീൻ കുംബൈ വാട്ടർഫോൾസിൽ ഷൂട്ട് ചെയ്തത്.
അങ്ങനെ കുംബെ വാട്ടർഫോൾസ്. ഇതാണ് റിവേഴ്സ് വാട്ടർഫോൾസ്. അടിയിൽ മുകളിലേക്ക് പോകുന്നതാണ്, അടിയിൽ മുകളിലേക്ക് പോകുന്നുണ്ടല്ല വെള്ളം. ഇതാണ് റിവേഴ്സ് വാട്ടർഫോൾസ്. കംപ്ലീറ്റ് വാട്ടർഫോൾസിൻ്റെ പെരിലാണ്. അങ്ങനെ അതൊക്കെ കണ്ട് നേരെ വെച്ച് പഠിച്ചു വീട്ടിലേക്ക്. കാരണം ഇരുട്ടെത്തണേക്കാളും മുന്നേ വീടെത്തണം. മഴ വന്ന പ്രശ്നമാണ്, ട്രാഫിക് വരും, മോള് വീട്ടിൽ ഒറ്റയ്ക്കുള്ളൂ. അതുകൊണ്ട് വേഗം തന്നെ തിരിച്ചു പുറപ്പെട്ടു. പോണ വഴിക്ക് എന്തോ ഫ്രൂട്ട്സ് വാങ്ങാൻ അങ്ങനെ നിർത്താൻ പറഞ്ഞു വൈഫ്. അപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങാൻ നിർത്തി. പുള്ളിക്കാരി പോയി ഫ്രൂട്ട്സ് വാങ്ങി. അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ മോളുടെ ഫോൺ വന്നു. ചാവി മറക്കണ്ട, ചാവി എടുക്കാനും ഡോർ അടയ്ക്കാനും മറക്കണ്ട. ബൈ. അങ്ങനെ തിരിച്ച് വീടെത്താൻ ഒരു 5-6 കിലോമീറ്റർ ബാക്കിയുള്ള. അപ്പോൾ കാട്ട ട്രാഫിക്കിൽ പെട്ടും. ഇതാണ് പ്രോബ്ലം. 10-300 കിലോമീറ്റർ ഓടിച്ച് വരുമ്പോൾ ലാസ്റ്റത്തെ 5 കിലോമീറ്റർ ഓടിക്കാൻ 3/4 മണിക്കൂർ വേണ്ടി വരുന്ന പറയുമ്പോൾ ആകെ ക്ഷീണിച്ചേ വരണം. ഒന്നാമത് എന്താ ചെയ്യുക, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവസാനം എൻ്റെ വീട് എത്താറായി. ഞാനിപ്പോൾ ട്രിപ്പ് മീറ്റർ നോക്കിയപ്പോൾ 330 കിലോമീറ്ററാണ് നമ്മൾ ഇന്ന് ഞാൻ വണ്ടി ഓടിച്ചത്. ഒരു ചെറിയൊരു ദൂരമല്ല അത്. 330 കിലോമീറ്റർ ബൈക്കുമ്പോൾ ഒരാളെയും പില്ലാണ് വെച്ച് ഓടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട് എത്തി ഗൈസ്. വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, എല്ലാ അഭിപ്രായങ്ങളും കമൻസ് വഴി അറിയിക്കുക. ഓക്കെ, ഞാൻ പരമാവധി എൻ്റെ കഴിവിനനുസരിച്ച് വ്ലോഗ് നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കൂടുതൽ മ്യൂസിക്കും പാട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല, സാധാരണ വോയിസ് തന്നെയാണ് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണുന്നവരെ ബൈ ബൈ.